അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ ഈ ഓണത്തിന് വമ്പൻ കളക്ഷനാ നമ്മുടെ സാൾട്ട് ഫാഷനിലുള്ളത്. ഇപ്രാവശ്യവും സോൾട്ടിലെ ഓഫർ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഈ ഓണം സോൾട്ട് നിങ്ങളെ ഓഫർ കൊണ്ട് വരവേൽക്കുന്നു. ഇത് കസാട്ട സാരി, ഇത് കാശ്മീരി സാരി, രണ്ടും സോൾട്ട് ഫാഷനിലുണ്ട്. ഒന്നെടുത്താ ഒന്ന് ഫ്രീ, അതും വെറും 499 രൂപയ്ക്ക്. കോംബോ ഓഫറേ, ഇതുപോലുള്ള ഓവർ സൈസ് ടീഷർട്ടുകൾക്ക് വെറും 599. അത് മാത്രല്ല കേട്ടാ, 3 ടീഷർട്ടുകൾക്ക് വെറും 499 ഉള്ളൂ. ഇതെങ്ങനെയുണ്ട്? ഇതാണ് കഫ്താൻ, വെറും 649 രൂപയ്ക്ക് നമ്മുടെ സാൾട്ടിലുള്ളത്. ട്രെൻഡിംഗ് ഷർട്ടുകൾ, ജിംവെയറുകൾ, സ്റ്റൈലിഷ് ജാക്കറ്റുകൾ, കുറഞ്ഞ വിലയിൽ കൂടുതൽ കളക്ഷൻ. മാത്രല്ല സിൽക്ക് സാരി, കോട്ടൺ സാരി, ടിഷ്യൂ ഫാബ്രിക് സാരി, ഇതെല്ലാം സോൾട്ടിലുണ്ട്. ഇതുപോലെ വരുന്ന 3 പീസ് സെറ്റ് ചുരിദാറുകൾക്ക് ഇവിടെ വെറും 1299 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ബ്ലാങ്കറ്റിനൊക്കെ വില കുറവട്ടോ, ഇതിന് വെറും 399 ഉള്ളൂ. അല്ല, ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞു കിട്ടുന്നേ, നേരെ സാൾട്ട് ഫാഷനിൽ വന്ന് ഷോപ്പ് ചെയ്ത് നോക്ക്. എല്ലാവർക്കും സോൾട്ട് ഫാഷന്റെ ഓണമാശംസകൾ. തോപ്പുംപടി ജനതാ റോഡിൽ ദുരന്ത ഭീഷണി. കാർ വർക്ക്ഷോപ്പിന്റെ മേൽക്കൂര റോഡിലേക്ക് പതിക്കാൻ സാധ്യത. തോപ്പുംപടി ജനതാ റോഡിൽ കാർ വർക്ക്ഷോപ്പിന്റെ ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര ശക്തമായ കാറ്റിൽ പൂർണ്ണമായും തകർന്നു. തോപ്പുംപടി ജനതാ റോഡിലെ കാർ മെക് കൊച്ചിൻ എന്ന കാർ വർക്ക്ഷോപ്പിന്റെ ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയാണ് തകർന്നത്. ഷീറ്റ് റോഡിലോട്ട് വീഴാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു പോസ്റ്റിൽ തങ്ങിയാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ. ഇന്നലെ രാത്രി ഒരു 11:30 കൂടിയാണ് ഇവിടെ സുസുക്കി വർക്ക്ഷോപ്പ് എന്നാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. വർക്ക്ഷോപ്പ് കാറ് മെക്കാനിക്ക് നടത്തുന്ന വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിലാണ് 10 സെക്കൻഡ് കൊണ്ടാണിത്. എങ്ങനെയാണ് ഈ സംഭവിച്ചതെന്നറിയില്ല. ഒരു തൂഫാൻ മോഡലിലാണ് ഈ കാറ്റ് ആഞ്ഞു വീശിയത്. ഡ്രസ്സടക്കം ഇത് മറിച്ച് റോട്ടിലേക്ക് ഇട്ടേക്കുന്ന അപകടാവസ്ഥയിൽ റോട്ടിൽ ഒരു പോസ്റ്റിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണിത്. അടിയന്തരമായി ഫയർ സർവീസിനെ അറിയിച്ചിട്ടുണ്ട്. ഫയർ സർവീസ് എത്രയും പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ അറിയിച്ചതിന് ആവശ്യമായ വിവരങ്ങൾ സർക്കാരിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ, അതായത് രാത്രി 11:27 ഒരു ടൊർണാഡോയിൽ ഉണ്ടായ കാറ്റിൽ വർക്ക്ഷോപ്പിൻ്റെ മുകളിലുള്ള റൂഫ് സ്ട്രക്ചർ അടക്കം കാറ്റെടുത്തുകൊണ്ട് പോയി ഇപ്പോൾ റോഡിൻ്റെ മുകളിലോട്ട് നിൽക്കുകയാണ്. ആർക്കെങ്കിലും വലിയ അപകടമല്ലോ? ആ വ്യക്തികൾക്കൊന്നും അപകടം പറ്റിയിട്ടില്ല, വേറെ കാര്യങ്ങൾക്കൊന്നും തകരാറ് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു 10 സെക്കൻഡ് നേരത്തെ കാറ്റാണ് ഈ സാധനം കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ശാന്തമായി. മട്ടാഞ്ചേരി.